നമസ്കാരം. മലയാള സിനിമയുടെ പ്രിയ നടൻ മമ്മൂട്ടി വീണ്ടും സിനിമാ തിരക്കുകളിലേക്ക്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സജീവമാകുകയാണ് അദ്ദേഹം. ചികിത്സകൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് മമ്മൂട്ടി ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ എത്തുന്നത്. ചെന്നൈ വിമാനത്താവളത്തിലാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനായി കാത്തുനിന്നത്. തന്റെ കറുത്ത ടൊയോട്ട ലാൻഡ് ക്രൂയിസർ കാർ സ്വയം ഡ്രൈവ് ചെയ്താണ് അദ്ദേഹം എത്തിയത്. ഓറഞ്ച് കളർ ഷർട്ടും പാന്റുമായിരുന്നു വേഷം. കൂളിംഗ് ഗ്ലാസും ധരിച്ചായിരുന്നു കേരളം കാത്തിരുന്ന ആ മാസ് എൻട്രി. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഹൈദരാബാദിലേക്ക് യാത്ര തിരിച്ചു. ഹൈദരാബാദ് ഷെഡ്യൂളിൽ മമ്മൂട്ടി ഒക്ടോബർ 1 ചേരുമെന്ന് നേരത്തെ രമേഷ് പിഷാരടി അറിയിച്ചിരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഹൈദരാബാദിലെ ഷൂട്ടിന് ശേഷം ചിത്രത്തിന്റെ ബാക്കി ഷെഡ്യൂളിനായി മമ്മൂട്ടി UK പോകും. ഈ മാസം 25 വരെയാണ് UK ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. നവംബർ പകുതിയോടെ ആയിരിക്കും മമ്മൂട്ടി കേരളത്തിലേക്ക് തിരിച്ചെത്തുക. അതിനുശേഷം ഇതേ സിനിമയുടെ ബാക്കി ചിത്രീകരണത്തിൽ മമ്മൂട്ടി ഭാഗമാകും. 7 മാസത്തിനു ശേഷമാണ് ആദ്യമായി മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ് ആണ് ആരാധകർ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം. ചിത്രത്തിൽ മോഹൻലാലും അഭിനയിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 19 മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി എന്ന വാർത്ത എത്തിയത്. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിരുന്നു. മമ്മൂട്ടിയുടെ ബിഗ് സ്ക്രീൻ തിരിച്ചുവരവനായി അന്നു മുതലേ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുകയാണ്. തന്റെ കരിയറിൽ ഇത്രയും നീണ്ട ഒരു ഇടവേള മമ്മൂട്ടി എടുത്തിട്ടില്ല എന്നതാണ് അതിന് കാരണം. ഹൈദരാബാദ്, ലണ്ടൻ, കൊച്ചി എന്നിവിടങ്ങളിലാണ് ഇനി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കാനുള്ളത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് മമ്മൂട്ടി ചികിത്സയ്ക്കായി പോയത്. പിന്നീട് അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ വിശ്രമത്തിലുമായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ മാസം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായെന്നുള്ള വിവരം താരത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായ നിർമ്മാതാവ് ആൻഡ്രോ ജോസഫും ജോർജും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. 17 വർഷത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്ക ബോബൻ, ഗ്രേസ് ആന്റണി എന്നിവരും ചിത്രത്തിലുണ്ട്. പേട്രിയറ്റ് എന്നായിരിക്കും ചിത്രത്തിന്റെ പേരെന്നാണ് റിപ്പോർട്ട്. ശ്രീലങ്കയിലായിരുന്നു ചിത്രത്തിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ്. മമ്മൂട്ടിയുടെ മടങ്ങിവരവ് സോഷ്യൽ മീഡിയയിലും ആഘോഷമാണ്. നടന്റെ പ്രശസ്ത സിനിമാ ഡയലോഗുകളും രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം 2 വട്ടമേ മമ്മൂട്ടി വീട്ടിലിരുന്നുള്ളൂ. കോവിഡ് കാലത്തും പിന്നെ ഈ കഴിഞ്ഞ 7 മാസത്തെ ചികിത്സാ കാലവും. മലയാള സിനിമയുടെ ഒരു കാലം അടയാളപ്പെടുത്തിയ എത്രയെത്ര കഥാപാത്രങ്ങൾ. ബിഗ് സ്ക്രീനിന് പുറത്ത് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സ്റ്റൈൽ ഐക്കണായി നിലകൊള്ളുമ്പോൾ പ്രായം റിവേഴ്സ് ഗിയറിലിട്ടെന്നാണ്. അവിടെ നിന്ന് വീണ്ടും പരകായ പ്രവേശത്തിന്റെ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയ കാഴ്ചകൾ.